ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് ആര്? ഉത്തരം നാഥാൻ. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പ് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ദാവീദ്. കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടിയത് ആര്? ഉത്തരം ദാവീദ്. ദാവീദ് യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തി ആരുടെ അഹങ്കാരമാണ് തകർത്തത്? ഉത്തരം ഗോലിയാത്തിന്റെ. ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? ആര്? ഉത്തരം ദാവീദ്. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി. ആരുടെ? ഉത്തരം ദാവീദിന്റെ. 10,000ങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ദാവീദിനെ അണിയിച്ചത് എന്ത്? ഉത്തരം മഹത്വത്തിന്റെ കിരീടം. ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് നിയോഗിച്ചത് ആരെ ആണ്? ഉത്തരം ഗായക സംഘത്തെ. അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു. ആര്? ഉത്തരം സോളമൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ സോളമൻ ശേഖരിച്ചത് എന്തെല്ലാം? ഉത്തരം തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. ആര്? ഉത്തരം സോളമൻ. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനും ആയ വ്യക്തി ആരായിരുന്നു? ഉത്തരം റഹോബോവാം. നെബാത്തിന്റെ പുത്രൻ ആരായിരുന്നു? ഉത്തരം ജെറോബോവാം. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. ആര്? ഉത്തരം സോളമൻ. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. ആർക്ക്? ഉത്തരം ദാവീദിന്. സോളമന്റെ വിജ്ഞാനം കവിഞ്ഞൊഴുകിയത് എന്തുപോലെയാണ്? ഉത്തരം നദി പോലെ. ജനതകളെ വിസ്മയാധീനരാക്കിയത് എന്താണ്? ഉത്തരം സോളമന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും. സന്തതി പരമ്പരയെ മലിനമാക്കിയത് ആര്? ഉത്തരം സോളമൻ. ഇന്നും അവർ ശക്തിയറ്റവരായി കഴിയുന്ന ആര്? ഉത്തരം ഫിലിസ്ത്യർ. കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയത് എന്തെല്ലാം? ഉത്തരം രാജ്യത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും.